നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇത് കണ്ടോ, ഗ്രീൻ ആപ്പിള്. ഇതുകൊണ്ട് നമ്മളൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാ. ഇത് കണ്ടോ, ഇത് നമ്മളെ ഒന്ന് ചെത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുക്കാന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരട്ടെ. ആപ്പിള് നമ്മള് പീലി ചെയ്ത് ഒരെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പൊ നമുക്കതൊന്ന് വേവിക്കാം. ഇതിനകത്തിരി ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നാന്ന് ചോദിച്ചാൽ ഇതിന് ജലാംശം ഉള്ളതാണല്ലോ ആപ്പിളിനകത്ത്. എന്നാലും ഇത് അത്യാവശ്യം വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവേ. ഇതിനകത്തില്ലേ എരിയുള്ള മുളക് ഒരു 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടുണ്ടേ. ഉണ്ടോ, ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. കഴുകി വെച്ചേക്കുന്നതാണേ. പിന്നെ 2 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കണ്ടോ, ഇത്തിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി. നമുക്ക് അധികം വെള്ളം വേണ്ട ഇത് വെന്ത് വരുമ്പോൾ. ഇത് വേവുമ്പോഴത്തേക്കിനേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്തിരി ജീരകം, കണ്ടോ, ഇത്തിരി കടുകും എടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചിട്ട് ഈ കടുകും കൂടെ അതിൻ്റെ അകത്തിലിട്ട് മിക്സിയിലെ ജാറിനകത്തിലിട്ട് കറക്കുന്നെങ്കിൽ ഒന്ന് കറക്കി കടുകെല്ലാം ചതയണം. അങ്ങനെ അതും കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നു. കണ്ടോ, തിളച്ചു വന്നു. നന്നായിട്ടൊന്ന് വേവട്ടെ. എരിയും ഗ്രീൻ ആപ്പിളിന് പുളിയല്ലേ, അപ്പൊ ആ പുളിയുടെയും എരിയുടെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇവിടെ ആപ്പിളൊക്കെ നല്ല തിളച്ച് ആപ്പിളിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയേക്കുന്നുണ്ടോ. നമ്മൾ ഇത്തിരി വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. കണ്ടോ, ഇനി ഇത് അടച്ചു വെക്കാവേ. ഇത്തിരിയും കൂടെ ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് ആ വെള്ളവും കൂടി ഇത്തിരിയും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ആപ്പിളിൻ്റെ അകത്തിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്ന്. കണ്ടോ, ആപ്പിള് നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഒന്ന് നോക്കണം. അരപ്പൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായേ. ഇതിലേക്കില്ലേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈരാ കേട്ടോ. തൈരും കൂടെ ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാവണം, തിളക്കരുത്. കടുക് ചതച്ചതൊക്കെ ഇടുമ്പം തന്നെ ആ പച്ചടിയുടെ ആ ഒരു മണം, അതൊരു പ്രത്യേക മണം കേട്ടോ. ഇതിന്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കട്ടെ. എല്ലാം കറക്റ്റാ, ഉപ്പും വേണ്ട, അത്രയും മതി. ഗ്യാസ് ഓഫ് ചെയ്തു. തൈര് ചൂടായിരുന്നേ. കൈയുടെ വെള്ളയിൽ ഒഴിക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് ചൂടാവണം, പൊള്ളല്ലേ. അതാണ് എൻ്റെ കണക്ക് തൈരിൻ്റെ മോരിൻ്റെ ഒക്കെ കേട്ടോ. അപ്പൊ ഇനി ഇതിനകത്തിലേക്ക് കടുക് വറുത്തതും കൂടെ ചേർക്കണം. എണ്ണ തിളച്ചു, കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ, കടുക് പൊട്ടി. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ, വറ്റൽമുളകും കൂടി. കണ്ടോ, അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി. 10 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമന്റുകളായിട്ടൊന്ന് അറിയിക്കണേ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.